Hi everyone. So today we are going to start a new book BEGC 109 British Romantic Literature. സോ നമ്മൾ ഇന്ന് ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ റൊമാൻറ്റിക് ഏജ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് ചെറിയൊരു യൂണിറ്റ് ഒന്നല്ല, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമല്ല. ഇതിൽ പല പോയറ്റ്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. നമുക്ക് അവരുടെ പല വർക്കുകളും നമുക്ക് ഈ ഒരു ബുക്സിൽ തന്നെ പഠിക്കാനുണ്ട്. സോ അവരെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ഓവറോൾ എല്ലാ പോയറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം വളരെ ഷോർട്ടായിട്ടുള്ള നോട്ടാണ്, ഷോർട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാ ഇതിലും പറയുന്നത് പോലെ ഓവറായിട്ട് ലാഗായിട്ടുള്ള ഒരു വീഡിയോസും ഞാൻ ചെയ്യാറില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന സ്വഭാവമേ എനിക്കുള്ളൂ. സോ അതുപോലെ തന്നെ ആയിരിക്കും ഇതും. പിന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് എക്സാം ഒക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്കിങ്ങനെ കമൻസിലൂടെ മനസ്സിലായി. അതുപോലെ തന്നെ BGC 108 ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 18ാം തീയതി എക്സാം ആണെന്ന് പറയുന്നുണ്ട്. കൈയാണെങ്കിൽ ചെയ്യും. സോ നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ദ റൊമാൻറ്റിക് ഏജ്. ഇതിൽ പറയുന്നത് ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റൊമാൻറ്റിസിസത്തിലൂടെ വന്ന ഏർലി റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കുറച്ച് ആളുകളെ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് ടു ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ്. ആ ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റ് നടക്കാനുണ്ടായ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. ഈ ഒരു ആദ്യം തന്നെ ഈ ഒരു റൊമാൻറ്റിക് കാലഘട്ടം ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ലെറ്റ്സ് നോട്ട് 1798 മുതൽ 1832 വരെയുള്ള ഈ ഒരു കാലഘട്ടമാണ് റൊമാൻറ്റിക് ഏജ് എന്നറിയപ്പെടുന്നത്. ഇതാണ് റൊമാൻറ്റിക് പീരീഡ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു സമയമാണ് ലിറിക്കൽ ബലാഡ്സിൻ്റെ പ്രസിദ്ധീകരണം. 1798 ലിറിക്കൽ ബലാഡ്സിൻ്റെ പ്രസിദ്ധീകരണം. ഈ ബലാഡ്സ് എന്ന് പറയുമ്പം പോയംസ് ആയിരിക്കും, ബട്ട് നറേറ്റീവ് ആയിട്ടുള്ള പോയംസ് ആയിരിക്കും. ഒരു കഥ പറയുന്ന സ്റ്റൈലിലുള്ള ഒരു പോയംസ് ആയിരിക്കും. ഒരുപാട് ലാഗോട് കൂടിയിട്ടുള്ള പോയംസ് ആയിരിക്കും ഇതിൽ വരിക. ഇതാണ് ബലാഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അതുപോലെ തന്നെ ആ ഒരു ലിറിക്കൽ ബലാഡ്സിൻ്റെ പ്രസിദ്ധീകരണത്തോടെയാണ് ഈ ഒരു റൊമാൻറ്റിക് കാലഘട്ടം തുടങ്ങുന്നത്. അതുപോലെ തന്നെ റിഫോം ബില്ല് അതിൻ്റെ ഒരു വിഷയം വന്നതോടുകൂടെയാണ് ഈ റൊമാൻറ്റിക് ഏജ് അവസാനിക്കുന്നത്. 1832 വന്ന റിഫോം ബില്ല് എന്നൊക്കെ പറയുമ്പം ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അനീതികൾ നടന്നിട്ടുണ്ട്. ഒരു ജനാധിപത്യ രീതിയിലേക്കുള്ള ഒരു ആദ്യ ചുവടുവെപ്പ് എന്നൊക്കെ നമുക്ക് ഒരു റിഫോം ബില്ലിന് പറയാം. അഥവാ ഒരു മധ്യവർഗ്ഗക്കാർ, ആദ്യം ഒരു ദരിദ്രർ ഉയർന്നവരെന്നുള്ളതിൽ നിന്ന് ഒരു മധ്യവർഗ്ഗക്കാർ വരികയും അവർക്ക് അവകാശങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഈ റിഫോം ബില്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ആ ഒരു കാലഘട്ടത്തോടു കൂടെ ഈ ഒരു റൊമാൻറ്റിക് കാലഘട്ടം അവസാനിക്കുകയും ചെയ്തു. 1776 അമേരിക്കൻ റവല്യൂഷനും അതുപോലെ തന്നെ 1789 ഉണ്ടായിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷനൊക്കെ ഈ ഒരു റൊമാൻറ്റിക് ചിന്തകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതെങ്ങനെ സ്വാധീനിച്ചെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആശയങ്ങളായിരുന്നു ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ. ഇതൊക്കെ ഇംഗ്ലണ്ടിലെ വലിയ രീതിയിൽ ഈ ഒരു റൊമാൻറ്റിക് കാലഘട്ടത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദെൻ ആ ഒരു കാലഘട്ടത്തിലുള്ള ഇക്കണോമിക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു ചോദിച്ചാൽ ഭയങ്കര ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റവല്യൂഷൻസ് ഒക്കെ നടക്കുന്ന കാലം. നമ്മൾ അഗ്രികൾച്ചറൽ അധിഷ്ഠിതമായിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൊസൈറ്റിയിലേക്കുള്ള ഒരു മാറ്റം വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ എന്താണ് ഉയർന്ന ആളുകളെ ദരിദ്രരെ എന്നായിട്ട് വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കാലം. പിന്നെ തൊഴിലില്ലായ്മ, കലാപങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്, പിന്നീട് റിഫോം ബില്ല് 1832 വഴി തുറക്കുന്നത്. ദെൻ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ലിറ്ററേച്ചറിലുള്ള മാറ്റങ്ങൾ, അതാണ് നമുക്ക് ആ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് എന്താണ് ലിറ്ററേച്ചർ പഠിക്കുമ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തിലാണ് ലിറ്ററേച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഫ്രഞ്ച് റവല്യൂഷൻ ലിറ്ററേച്ചേഴ്സിനെ ഒരു ജനാധിപത്യ രൂപവൽക്കരിച്ചു എന്നുള്ളതാണ്. അഥവാ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു റൊമാൻറ്റിക് പീരീഡിൽ ഉണ്ടാകുന്ന എല്ലാ എഴുത്തുകാരിലും ഉണ്ടാകുന്ന കുറച്ച് സവിശേഷതകളാണ്, ആ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണ്. അത് എല്ലാ എഴുത്തുകാരിലും പ്രതിഫലിപ്പിച്ചിരുന്നു. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അഥവാ അതുവരെ ഉണ്ടായിരുന്നത് എപ്പിക്, ട്രാജഡി പോലുള്ള ഉയർന്ന ജോനേഴ്സ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് എന്താണ് അതിന് പകരമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് വന്നു, ലിറിക്ക്, ഓഡ്, ബലാഡ് എന്നീ തുടങ്ങിയ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കൂടെ ഇമ്പോർട്ടൻ്റ് നേടി. ഈ എപ്പിക് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇതിഹാസങ്ങളിലെ അതുപോലത്തെ ഭയങ്കര സംഭവമായിട്ടുള്ള സാധനങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവതരിപ്പിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിന് വിപരീതമായിട്ട് എന്താണ് ഓഡ്, ബലാഡ്, ലിറിക്ക് എന്നീ സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് നേടുന്ന ഒരു കാലഘട്ടത്താണ് എന്ത് റൊമാൻറ്റിക് കാലഘട്ടം എന്ന് പറയുന്നത്. ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം ഇതൊരു ഭയങ്കര ഒരു പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലല്ല. ശരിക്കും ഇത് ഒരു ലിറ്ററേച്ചറിൽ വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. ഇത് ഒരു കുറച്ച് കവികൾ അല്ലെങ്കിൽ പോയറ്റ്സ് ഒക്കെ ചേർന്ന് അവരുടേതായിട്ടുള്ള ഒരു സ്വയം അവർ തന്നെ നിർമ്മിക്കുന്ന ഒരു രൂപം നൽകുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോയംസ് എഴുതണമെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് അതിന് വേണ്ട കുറച്ച്
കാര്യങ്ങളുണ്ട്, അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ ഒരു പോയംസ് എഴുതാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരു ഇമോഷനോ ആ ഒരു ഫീലിങ്ങിനോ അവിടെ ഒരു സ്ഥാനമില്ല. എന്താണോ നമ്മുടെ നിയമം, അത് റൈമിംഗ് വേർഡ്സ് ആയിക്കോട്ടെ, റൈമിംഗ് സ്കീം ആയിക്കോട്ടെ, അങ്ങനത്തെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമുക്ക് അത് ആ ഒരു കവിത എഴുതാൻ പറ്റുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇമോഷനും അതുപോലെ തന്നെ ഇമാജിനേഷനും ഇതിനെല്ലാം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു എഴുത്താണ് റൊമാൻറ്റിക് ഏജിൽ ഉണ്ടായിരുന്നത്. സോ ഇതാണ് ആ ഒരു ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. സോ നമ്മൾ പറഞ്ഞ പോലെ എപ്പിക് ട്രാജഡി ഈ ഒരു ഇതിൽ നിന്ന് മാറി എന്തായി, ലിറിക്, ഓഡ്, ബലാഡ് എന്നീ രീതിയിലേക്ക് എഴുത്തുകൾ മാറി. അതുപോലെ തന്നെ ലാംഗ്വേജ് ആണെങ്കിലോ ആ ഒരു കാലഘട്ടം വരെ ആളുകൾ ഉപയോഗിച്ചത് ഭയങ്കര എലൈറ്റ് ആയിട്ടുള്ള നമ്മളെ സ്പെൻസറിനെ പോലെ ഭയങ്കര എലൈറ്റ് ആയിട്ടുള്ള ഒരു ഓർണമെന്റൽ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സമയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങി. ദെൻ അതിൻ്റെ തീംസ് ആണെങ്കിലോ ആ ഒരു കാലഘട്ടം വരെ വലിയ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ഈ റൊമാൻറ്റിക് ലിറ്ററേച്ചേഴ്സിൽ വന്നതോടെ സാധാരണ മനുഷ്യന്മാരുടെ സാധാരണക്കാരായി ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ഇതിൽ പകർത്താൻ തുടങ്ങി. എന്നാൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ വലിയ വലിയ സൂപ്പർ നാച്ചുറൽ പവറുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ മനുഷ്യന് ക്യാരക്ടേഴ്സ് ആയിട്ട് ഇതിൽ നിശ്ചയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു വിപ്ലവമായിട്ടുള്ള ഒരു ചിന്തയാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട്, സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട്, മനുഷ്യന്മാരുടെ ജീവിതം ഇതിനൊക്കെ സെൻട്രൽ ആക്കിയിട്ട് എഴുതുന്ന ഒരു തരം ലിറ്റററി മൂവ്മെന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റിനെ കാണാൻ പറ്റും. ദെൻ പിന്നീട് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് റൊമാൻറ്റിസിസം. എന്താണ് റൊമാൻറ്റിസിസത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ? ഈ ഒരു റൊമാൻറ്റിസം എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു അർത്ഥം നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. ഈ റൊമാൻറ്റിക് എന്ന് പറയുന്ന വേർഡ് റോം എന്ന പദത്തിൽ നിന്നിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 17th സെഞ്ചുറിയൊക്കെ ആയപ്പോൾ ഈ റൊമാൻറ്റിക് എന്ന പദം ഉപയോഗിച്ചിരുന്നത് ഒരു എന്താ പറയുക, ഒരു വിചിത്ര സ്വഭാവമുള്ള ചിത്രങ്ങളൊക്കെ വിവരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റൊമാൻറ്റിക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അത് മൈൻഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ റൊമാൻറ്റിസത്തിൽ ഇമാജിനേഷന് ഉയർന്ന പ്രാധാന്യമുണ്ട് മക്കളെ. ഇതിൽ ഒരുവിധം ഇതിലെല്ലാം ഈ ഒരു നേച്ചറായിട്ട് ബന്ധപ്പെട്ട് ഇമാജിനേഷൻസ്, നമ്മുടെ ഇമോഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ എല്ലാവരുടെയും റൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇതൊക്കെ നമുക്ക് എല്ലാത്തിലും ഇൻക്ലൂഡ് ആക്കിയാണ്ട് പോയിന്റ് ആക്കി നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും ഇമാജിനേഷൻസ് ഒക്കെ. ദെൻ പിന്നീട് പറയുന്നത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസിസം. ഇപ്പം ഇതിൽ പറയുന്നുണ്ട് ഒരു നിയോ ക്ലാസിസത്തിന് എതിരാണ് ഈ ഒരു റൊമാൻറ്റിസിസം എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് നിയോ ക്ലാസിസം എന്ന് പറയുന്നത്? ഞാനൊരു നല്ലൊരു കോട്ട് പറഞ്ഞുതരാം. ഈ ഒരു നിയോ ക്ലാസിസം ബിലീവ് ലിറ്ററേച്ചർ ഷുഡ് ബി ലോജിക്കൽ, ഡിസിപ്ലിൻഡ് ആൻഡ് ഫോളോ ഫിക്സ്ഡ് റൂൾസ് rather than എക്സ്പ്രസിങ് പേഴ്സണൽ ഇമോഷൻസ്. എന്താണ് അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഒരു പോയം പിന്തുടരേണ്ട അതിൻ്റെ റൂൾസ്, റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പം അത് അനുസരിച്ച് മാത്രം എഴുതുന്ന പോയംസ് ആണ് എന്ത്, നിയോ ക്ലാസിക്കൽ പോയംസ് എന്ന് പറയുന്നത്. പക്ഷേ റൊമാൻറ്റിസത്തിലോട് വരുമ്പോൾ എന്തായി, അത് ആർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു? അതെ, എഴുതുന്ന ആളിനും അതുപോലെ ആ എഴുതുന്ന ആൾ ചിന്തിക്കുന്ന ചിന്തകൾക്കും അത് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഇത് രണ്ടും ഒരു ലിറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ പറയുന്ന കാര്യമാണ് നിയോ ക്ലാസിക്കൽ എന്താണ്, പോയംസ് ഒക്കെ ഒരു ഇമിറ്റേഷൻ, ഒന്നിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ റൊമാൻറ്റിക്കിൽ വരികയാണെങ്കിൽ പോയറ്റ്സിന്റെ ഇന്നർ ആയിട്ടുള്ള തോട്ട്സ് ആണ് അതിൽ പറയുന്നത്. നമ്മുടെ വേർഡ്സ്വർത്ത് പറയുന്നുണ്ട് ഒരു സ്പോണ്ടാനിയസ് ആയിട്ടുള്ള ഒരു ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആണ് എന്ത് പറയുന്നത്, ശരിക്കും ഈ ഒരു കാലഘട്ടത്തിലുള്ള കവിത എന്ന് പറയുന്നത്. സ്പോണ്ടാനിയസ് ആയിട്ടുള്ള ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അത്രയും ഫീലിങ്ങിന് എന്താണ്, ഫീലിങ്ങിൻ്റെ ഒരു ഓവർഫ്ലോ ആണ് പലപ്പോഴും നമ്മുടെ കവിതയെ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ റൊമാൻറ്റിക് പോയംസിൻ്റെ തീംസ്, ഫോംസ്, ലാംഗ്വേജ്, സ്റ്റൈല് എന്നിവയിൽ നിന്നൊക്കെ എന്താണ് വ്യത്യസ്തമായിട്ട് ആണ് നിയോ ക്ലാസിക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലെന്താണ് ഈ ഒരു സാധാരണക്കാരും താഴ്ന്ന ആളുകളും എല്ലാം ഈ ഒരു പോയംസിൻ്റെ ഒക്കെ വിഷയമായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് റൊമാൻറ്റിക് പോയംസിൽ നേച്ചറിന് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്, നേച്ചറാണ് അതിൽ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത്. ഈ ഒരു നിയോ ക്ലാസിക്കൽ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതാണെങ്കിൽ റൊമാൻറ്റിക് കാലഘട്ടത്തിലുള്ള ആ ഒരു എഴുത്ത് എന്തിനെ കുറിച്ചിട്ട് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് ആണ്, അഥവാ സ്വന്തത്തിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതൽ അതിൽ പറയുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹീറോയിക് കപ്ലെറ്റ്സ് എന്നതിൽ നിന്ന് ബലാഡ്, സോണറ്റ്സ്, സ്പെൻസേറിയൻ സ്റ്റാൻസ മുതലായിട്ട് പല രൂപങ്ങളും ഇത് ഉൾക്കൊണ്ടു. അതുപോലെ വില്ലേജ് ലൈഫിനെ ഐഡിയലൈസ് ചെയ്തിട്ട് കൊണ്ടാണ് ഈ ഒരു റൊമാൻറ്റിസത്തിൽ ഉണ്ടായിരുന്ന പല എഴുത്തുകളും ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു റൊമാൻറ്റിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് ഏർലി റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന പോയറ്റ്സ് ഒക്കെ എന്താണ് 1798 മുന്നേ തന്നെ അവർ ഒരു റൊമാൻറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഗുണങ്ങളൊക്കെ കാണിച്ച ആളുകളാണ് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ജെയിംസ് തോംസൺ. ഞാൻ വളരെ ചുരുക്കി ഭയങ്കര ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഒരുപാട് പേര് നമുക്ക് ആവശ്യമില്ല. ജെയിംസ് തോംസൺ അദ്ദേഹത്തിന്റെ തീം എന്ന് പറയുന്നത് നേച്ചറാണ്.
ദ സീസൺ എന്ന് പറയുന്ന കവിതയിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. നേച്ചറിന്റെ ബ്യൂട്ടിയും അതുപോലെ തന്നെ നേച്ചറിന്റെ ഒരു ടെറിബിൾ ആയിട്ടുള്ള ഫേസുമാണ് അദ്ദേഹം കൂടുതലായിട്ടും ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ മനുഷ്യനും അതുപോലെ ഈ നേച്ചറും തമ്മിലുള്ള ഒരു കണക്ഷൻ റിലേഷൻ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ മാർക്ക് ആക്കൻസൈഡ്, അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ പ്ലഷർ ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഓൾസോ ഒരു ഇതുപോലൊക്കെ തന്നെ നേച്ചറിനെയൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരുന്ന ആളാണ്. ദെൻ ജോസഫ് വാട്ടൺ ദ എന്തൂസിയാസിസ്റ്റ് എന്ന ഒരു പോയത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. ഈ ഒരു എന്താണ് ഒരു നഗരജീവിതത്തിനേക്കാൾ കൂടുതൽ ഭംഗി ആർക്കാണ്, ഗ്രാമജീവിതത്തിനാണ് എന്നുള്ള അതിനെയാണ് അദ്ദേഹം മഹത്തരപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ വില്യം കോളിൻസ്, റൊമാൻറ്റിക് പോയംസിനെ തന്നെ ഒരു ശക്തമായിട്ട് സ്വാധീനിച്ച ഒരാളാണ് വില്യം കോളിൻസ് എന്ന് പറയുന്നത്. ഒരു സൂപ്പർസ്റ്റിഷ്യൻ അതുപോലെ തന്നെ പുരാണമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ പിന്നീട് പറയുന്ന ആളാണ് റോബർട്ട് ബേൺസ്. ഇവരെ കുറിച്ചിട്ട് കുറേ രണ്ട് പാരഗ്രാഫ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ടെക്സ്റ്റിൽ. റോബർട്ട് ബേൺസ് 1759 മുതൽ 1796 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹം സ്കോട്ട്ലാൻഡിലെ നാഷണൽ പോയറ്റ് ആയിരുന്നു. സോ അദ്ദേഹം അത്രയും ഒരു ഇതുള്ള ഒരാളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ റൊമാൻറ്റിക് പോയൻസിൻ്റെ എല്ലാ സവിശേഷത ഗുണങ്ങളും അദ്ദേഹത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം ഒരു നാച്ചുറൽ ലവ് ഉള്ള ആളായിരുന്നു. അതുപോലെ തന്നെ സാധാരണ മനുഷ്യന്മാരോടുള്ള ബഹുമാനം ഒക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ജനനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ചിട്ട്, യൂത്തിനെ കുറിച്ചിട്ട്, ഓൾഡ് ഏജിനെ കുറിച്ചിട്ട്, ലവിനെ കുറിച്ചിട്ട്, സാഡിനെ കുറിച്ചിട്ട്, സിമ്പിൾ വില്ലേജ് ലൈഫിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡിബേറ്റ്, റിഡിൽസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫോക്ക് രൂപങ്ങളിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബേർഡ്സിനെയും ഫ്ലവേഴ്സിനെയും ഒക്കെ അദ്ദേഹം മനുഷ്യന്മാരുടെ സ്വഭാവം വെച്ചിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ വൊക്കാബുലറി പറയുകയാണെങ്കിൽ സിമ്പിൾ ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും അദ്ദേഹം ഉപയോഗിക്കുക. റൈമിങ്ങിനൊന്നും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒന്നും അദ്ദേഹം ഫോളോ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് നിയോ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു കർശന നിയമങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചെറിയൊരു ലവ്ലി സബ്ജക്റ്റാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ചെറിയൊരു പോയിന്റുകളാക്കി എഴുതിയിട്ടാൽ വളരെ സുഖമാട്ടോ. നമ്മൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് ഒരു ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞത് ഒരിക്കലും പോസിബിൾ ആയിട്ട് കാര്യമല്ല. കാരണം ഒരുപാട് എഡിറ്റിങ്ങിന് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആയി പോകും. നമുക്ക് പെട്ടെന്ന് ക്ലാസ് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ എല്ലാവരും നമ്മളൊന്ന് പരിഗണിക്കുക. എല്ലാവരുടെ ടെക്സ്റ്റിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്നതോടൊപ്പം നിങ്ങൾ ടെക്സ്റ്റും കൂടെ നോക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ദെൻ വില്യം ബ്ലേക്ക് 1757 മുതൽ 1827 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരം ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്ന് ഒരു വേൾഡ് ലിറ്ററേച്ചറിലെ ഒരു സ്ഥാനം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അദ്ദേഹം ഒരു വിഷണറി പോയറ്റ് എന്നായിരുന്നു അറിഞ്ഞിരുന്നത്. എല്ലാം ഒരു എന്താ പറയുക, ഒരു ദർശനത്തിലൂടെ ഉള്ള ഒരു പരമസത്യം കാണുന്ന ഒരാൾ. എല്ലാം ദർശനത്തിൽ വിഷനാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു റീസണിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഇമാജിനേഷന്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്, ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് നൽകി. ഇതൊക്കെ എന്തിൻ്റെ അടയാളമാണ്? റൊമാൻറ്റിക് പീരിയഡിലുള്ള പോയറ്റ്സിൻ്റെ അടയാളങ്ങളാണ് കേട്ടോ. അതൊക്കെ കൂടുതലായിട്ട് ഇമാജിനേഷനൊക്കെ മുൻഗണന കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത് അത് വിഷൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യന്മാർക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ക്ഷമിച്ച് ശരിയായിട്ട് പ്രവർത്തിക്കാൻ എന്ത് വേണം? വിഷൻ വേണം. ആ വിഷനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം നമ്മളെ ബേൺസിനെക്കാട്ടിലും അതുപോലെ തന്നെ വേർഡ്സ് വർത്തിനെക്കാട്ടിലൊക്കെ കൂടുതലൊരു വിപ്ലവകാരിയായിട്ടൊരു കവിയാണെന്നും കൂടെ നമുക്കതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും കേട്ടോ. ദെൻ വില്യം വേർഡ്സ് വർത്ത് ഒരുപാടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൈറ്റർ ആയിരുന്നു. ഇംഗ്ലണ്ടിലെ തന്നെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ എസ് ടി കോളേജ് നമുക്ക് പഠിക്കാനുള്ള ഒന്നുകൂടെ ഒരു വലിയൊരാൾ തന്നെയാണ് ആര്? എസ് ടി കോളേജ് എന്ന് പറയുന്നത്. അദ്ദേഹമായിട്ട് 1795 അദ്ദേഹം പരിചയപ്പെട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് എന്ത് ലിറിക്കൽ ബലാഡ്സ് എന്ന് പറയുന്ന ഒരു ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അതോടെയാണ് റൊമാൻറ്റിക് പീരിയഡ് തുടങ്ങുന്നത്. ദെൻ പിന്നീട് പറയുന്നത് വേർഡ്സ് വർത്തിൻ്റെ തിയറി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് മാറ്റേഴ്സും ഒക്കെ എന്താണ് സാധാരണ കോമൺ ലൈഫിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസ് സിറ്റുവേഷൻസ് ഒക്കെയാണ് അദ്ദേഹം അതിൽ ഇൻക്ലൂഡ് ആക്കുന്നത്. അതുപോലെ ഒരു അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാച്ചുറൊക്കെ ആയിട്ട് കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടെ കൂടുതലായിട്ട് ഡിവൈന് ഒരു എന്താ പറയുക ഒരു ദൈവിക അനുഭൂതിയൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഓൾറെഡി പറഞ്ഞു, ഭയങ്കര നോർമലായിട്ടുള്ള ഭാഷയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഓർണമെൻ്റൽ ആയിട്ടുള്ള പല ഭാഷകളെയും അദ്ദേഹം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനൊന്നും അത് വലിയ താല്പര്യപ്പെട്ടിരുന്നില്ല. ദെൻ അദ്ദേഹത്തിൻ്റെ വേറൊരു കാര്യം വെച്ചാൽ മോറൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പോയംസിലും നമുക്ക് നല്ലൊരു ഗുഡ് മെസ്സേജ്, ഒരു ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭാവന അദ്ദേഹത്തിൻ്റെ പോയംസിലൂടെ നമുക്ക് കിട്ടും. ദെൻ വേർഡ്സ് പ്രാക്ടീസ് ഓഫ് ഹിസ് തിയറി. ഇതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ താഴ്ന്ന കോമൺ പീപ്പിൾസിൻ്റെ ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹം പല ഭാഗത്തും എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ലാറ്റിനുമായിട്ട് ബന്ധപ്പെട്ട പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല വാക്കുകളുടെയും ഇൻവേർഷൻ വരുന്ന പല വാക്കുകളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു തരത്തിലൊരു ഇതല്ലേ? അപ്പോൾ അതൊന്ന് മൈൻഡൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിൽ. ദെൻ വേർഡ്സ് വർത്തും കോളേജും തമ്മിൽ ഒരു പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്.
1795 തമ്മിൽ കണ്ടുമുട്ടുന്നത് അവർ രണ്ട്. ഈ ഒരു രണ്ടുപേരും പറയാതിരിക്കാൻ വയ്യ, നല്ല ലിറ്ററേച്ചേഴ്സിന് നല്ല ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള രണ്ടുപേരാണ് കേട്ടോ അവർ. 1798 അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ലിറിക്കൽ ബലാഡ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ബലാഡ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വേർഡ്സ്വർത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി കോമൺ ലൈഫ് അല്ലെങ്കിൽ നോർമൽ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ എഴുതുന്ന ആളാണ്. ദെൻ കോളേജിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടച്ച് അദ്ദേഹത്തിനുണ്ട്. ആ ഒരു രീതിയാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത്. പിന്നീട് അവർ തമ്മിലുള്ള പ്രോസ്, പോയട്രീസ്, മീറ്റേഴ്സ് ഒക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടായി. ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, രണ്ടുപേരും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളതായിട്ട് പല ഇതിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സോ അതാണ് അവിടെ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് എസ്.ടി. കോളേജിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഒരു പോയറ്റ് ആയിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു, ഫിലോസഫർ ആയിരുന്നു, സ്പീക്കർ ആയിരുന്നു, ടീച്ചർ ആയിരുന്നു, പ്ലേ റൈറ്റർ ആയിരുന്നു, ക്രിട്ടിക്സ് ആയിരുന്നു. ഇങ്ങനെ അദ്ദേഹം ചെയ്യാത്തതായിട്ടൊരു ജോലിയില്ല നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും അപ്പോൾ നമുക്ക് അറിയാം, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, അത്രയും ഒരു കഴിവുള്ള ഒരാൾക്കല്ലേ ഇതിനൊക്കെ പറ്റുള്ളൂ. എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. സോ അദ്ദേഹം ഇവിടെ പറയുന്നത് ഇമാജിനേഷൻ എന്നത് എന്താണ്, ഒരു റൊമാൻറ്റിക് പോയറ്റിനേക്കാൾ മനുഷ്യൻ്റെ ഉയർന്ന ഒരു ദൃഷ്ടിയാണ് അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇമാജിനേഷൻ അത്രയും ഇതിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അയാളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ബയോഗ്രാഫിയ ലിറ്ററേറിയ. 1817 അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ള ഒരു തിയറിയാണ് കേട്ടോ ഇത് ഒരു റൊമാൻറ്റിക് പോയംസിൻ്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു അടിത്തറയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ബയോഗ്രാഫിയ ലിറ്ററേറിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിയറി ഇത് റൊമാൻറ്റിക് പോയംസിൻ്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ബേസിക് അടിത്തറയായിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. സോ അത്രയും കാര്യങ്ങൾ ഈ ഒരു റൊമാൻറ്റിക് ആ ഒരു പീരിയഡ്സിലേക്ക് അദ്ദേഹം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇത് ഉണ്ടല്ലോ അദ്ദേഹത്തിന്. അപ്പം ഈ ഒരു നമുക്ക് അങ്ങനത്തെ സ്റ്റോറീസൊക്കെ വായിക്കുമ്പം അങ്ങനത്തെ പോയംസൊക്കെ വായിക്കുമ്പം ഈ ഒരു ഇങ്ങനത്തെ സൂപ്പർ നാച്ചുറലൊക്കെ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വായനക്കാരെന്താണ് താൽക്കാലികമായിട്ട് അങ്ങനത്തെ അവിശ്വാസം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ള ഒരു അവിശ്വാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മാത്രമേ ഇത് വായിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കോളേജ് പറയുന്നത്. ഈ ഒരു ഇതിനെയാണ് അദ്ദേഹം എന്ത് പറയുന്നത്, വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് വിളിച്ചത്. ഈ ഒരു ഇതിനെ അഥവാ നമുക്ക് വായിക്കുമ്പം കുറച്ച് അന്ധവിശ്വാസങ്ങൾ നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് വേണം അത് വായിക്കാൻ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു എഴുത്തുമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള എക്സാമ്പിളാണ് ദ ആൻഷ്യൻ മാറിനാർ എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഈ ഒരു പോയിന്റ്സ് പോലുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെ അതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഫാൻസിയും അതുപോലെ തന്നെ ഇമാജിനേഷൻസും തമ്മിൽ രണ്ടും വ്യക്തമായിട്ടുള്ള ഒരു വ്യത്യാസം കണ്ടെത്തി അദ്ദേഹം. ഫാൻസി എന്നൊക്കെ പറയുമ്പോൾ പഴയ മെമ്മറീസ്, ഓർമ്മകൾ ഒക്കെ ചേർത്ത് വെക്കുന്നതാണെങ്കിൽ ഇമാജിനേഷൻസും എന്നൊക്കെ പറയുന്നത് പുനഃസൃഷ്ടിക്കുകയാണ്, പുതിയതായിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തിയായിട്ടാണ് ഇമാജിനേഷൻസിന് അദ്ദേഹം കണ്ടിരുന്നത്. അഥവാ ഒരു ഫാൻസിയേക്കാൾ കൂടുതൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പവർ ആർക്കുണ്ട്, ഇമാജിനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഒരു പ്രൈമറി സെക്കൻഡറി ഇമാജിനേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രൈമറി ഇമാജിനേഷൻ പറയുന്നത് നമുക്ക് സാധാരണ മനുഷ്യന്മാരുടെ ഒരു അനുഭവബോധത്തിന് നമുക്കൊരു പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയാം. പക്ഷേ ഒരു സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു പോയറ്റിന്റെ അദ്ദേഹത്തിന്റെ ഒരു സൃഷ്ടിശക്തി, അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടിശക്തിയായിട്ടാണ്, ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതെന്നുള്ളതാണ് കോളേജ് വിശ്വസിച്ചിരുന്നത്. സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ് ഒരു 3 പോയറ്റ്സും കൂടെ വരുന്നുണ്ട്. ഈ 3 പേരെയും സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ് എന്നിട്ടാണ് അറിയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഏർലി പോയറ്റ്സ് ആണ് കേട്ടോ. സോ ഇനി പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ്. ഇതിൽ 3 പേര് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ലോർഡ് ബൈറൻ, ദെൻ പി.ബി. ഷെല്ലി, ജോൺ കീറ്റ്സ്. ഈ 3 ആളുകളാണ് ഈ ഒരു റൊമാൻറ്റിക് പ്രസ്ഥാനത്തിൻ്റെ രണ്ടാം ഇതിലുള്ള ജനറേഷനിലുള്ള ആളുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ 3 പേരുടെ പ്രത്യേകത എന്താ വെച്ചാൽ 3 പേരും വളരെ യങ് ആയിരിക്കുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടവരാണ്. വളരെ കുറച്ച് കാലം മാത്രമേ അവരൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് ലോർഡ് ബൈറനെ കുറിച്ചിട്ട് നോക്കാം. 1788 മുതൽ 1824 വരെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പോയറ്റായും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലും അദ്ദേഹം ആ ഒരു യൂറോപ്പ് മുഴുവനും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ഒരു റൊമാൻറ്റിക് പോയം പോലെ ആയിരുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതയിലുള്ള ഹീറോ പലപ്പോഴും അദ്ദേഹം തന്നെയാണ്. അതുപോലെ അയാൾ പോപ്പിനെയും അഗസ്റ്റ്യൻ ഏജിലുള്ള കവികളെയൊക്കെ ആരാധിച്ചിരുന്നെങ്കിൽ പോലും വേർഡ്സ്വർത്തിനെയും കോളേജിനെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ ശക്തമായിട്ടുള്ള വേഴ്സ് സാറ്റയറാണ് അദ്ദേഹത്തിൻ്റെ കഴിവെന്ന്, ഭയങ്കര സാറ്റയറായിട്ട് വേഴ്സിലൂടെ എഴുതുന്ന ആളാണ് അദ്ദേഹം. സോ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. ദെൻ പി.ബി. ഷെല്ലി 1792 മുതൽ 1792 മുതൽ 1822 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 30 ഏജിൽ മാത്രമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. ദെൻ വിപ്ലവ ചിന്താഗതിയുള്ള ഒരു ഐഡിയലിസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു നമ്മുടെ പി.ബി. ഷെല്ലി എന്ന് പറയുന്നത്. അതുപോലെ ഫ്രീഡം, ലവ്, ലോജിക്ക് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ ക്ലൗഡ്സ്, വിൻഡ്, വാട്ടർഫോൾസ് ഇതിനൊക്കെ സിംബലൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതുപോലെ മ്യൂസിക് എല്ലായിടത്തും ഉണ്ട് എന്നൊക്കെയുള്ള വിശ്വാസം ഉള്ള ആളായിരുന്നു അദ്ദേഹം.
ദെൻ പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ജോൺ കീറ്റ്സ്. 1795 മുതൽ 1821 വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഏകദേശം ഒരു 26 വയസ്സ് വരെ അത്രേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. ദെൻ ഇതിൽ റൊമാൻറ്റിക് പോയറ്റ്സിൽ തന്നെ പോയംസിനായിട്ട് മാത്രം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിവെച്ച ആളാണ് ജോൺ കീറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബ്യൂട്ടിയെ കേന്ദ്രമാക്കിയിട്ടുള്ള പോയംസ് ആണ് അദ്ദേഹം കൂടുതലായിട്ടും പ്രസിദ്ധീകരിക്കാറുള്ളത്. നമ്മുടെ വേർഡ്സ്വർത്ത്, കോളേജ് ബ്ലേക്ക്, ബൈറൺ ഷെല്ലി ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന് എന്താണെന്ന് ചോദിച്ചാലും അദ്ദേഹം ഒരു ഫിലോസഫിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടോ ഒന്നും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് പോയംസ് മാത്രമാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജോൺ കീറ്റ്സ് എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലുള്ളത്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.